എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഡാർക്ക് കളറായിട്ടുള്ള ബീട്രൂട്ട് വാങ്ങാൻ നോക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ പച്ചടിക്ക് നല്ലൊരു കളർ കിട്ടുകയുള്ളൂ. ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ബ്ലേഡ് ഇട്ടാണ് ഗ്രേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള വലുതിലിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുകിയത് കൊടുക്കാം. 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ ക്രഷ്ഡ് കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ബീട്രൂട്ട് വേവിച്ചെടുക്കണം. ബീട്രൂട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പച്ചടിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് തൈര്. ഉടച്ചു വച്ചിരിക്കുന്ന 1 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാം. ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടിയാണിത്. ഈ ഒരു കളറാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടത്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ല കിച്ചൻ.